കുട്ടികൾ സ്വന്തം ശരീരം എക്സ്പോസ്ഡ് ആക്കുകയാണ് ക്യാമറയുടെ മുമ്പിൽ. എവിടെയാണ് നമ്മൾ നോ എന്ന് പറയേണ്ടത് നമ്മൾ കുട്ടികൾക്ക് അറിയില്ല. നമ്മൾ ഏറ്റവും വലിയ ഒരു പ്രശ്നം നമ്മളിപ്പോൾ ചുറ്റും കാണുന്നത് എന്താണ് ലവ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താണ് ഈ ലവ് ലാംഗ്വേജ്? നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ചേഞ്ചിന് അനുസരിച്ച് ഈ ലവ് കമ്മ്യൂണിക്കേഷൻസിലൊക്കെ ചേഞ്ച് വരും. റിയൽ ആയിട്ടുള്ള ലവ് എന്താണെന്നുള്ളത് നമ്മൾ വെർബൽ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പം തന്നെ അത് ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക, മറ്റൊരാളുടെ വിഷമതകൾ മനസ്സിലാക്കുക. ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പിലൂടെ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സെക്സ്റ്റിംഗ് അല്ലെങ്കിൽ ചാറ്റിംഗ് ഇങ്ങനെയുള്ളതിലൂടെയൊക്കെ ആളുകൾ സെക്ഷലി സംതൃപ്തി കിട്ടുന്നുണ്ട്. മാറി വരുന്ന മാനസിക വ്യക്തിത്വ കാഴ്ചപ്പാടുകൾ, ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്കിന്ന് സംസാരിക്കാം. ഡോക്ടേഴ്സ് ടോക്കിങ്ങിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ റാണി രജനി. സ്വാഗതം ചെയ്യാം മാമിനെ. വെൽക്കം മാം. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഇതുകൊണ്ട് തന്നെ സെക്ഷൽ ഫാൻറ്റസീസും ധാരാളമായിട്ട് വരുന്നു. അതിൽ പലതും വിയേർഡ് ഫാൻറ്റസീസ് ഏതെങ്കിലും ഒരു പാർട്ട്ണറിനുണ്ടെങ്കിൽ തന്നെ അതൊരു പ്രോബ്ലമായി മാറുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ വിയേർഡ് ഫാൻറ്റസീസ് ആളുകൾ ഡെവലപ്പ് ചെയ്യാൻ കാരണം? ഇപ്പം നമ്മൾ പലരും സെക്സ് അല്ലെങ്കിൽ സെക്ഷൽ ലൈഫ്, ഇപ്പോൾ ഈവൻ നമ്മളെ പോലെയുള്ള സൈക്കോളജിസ്റ്റുകൾ പോലും ഒരു സെക്ഷൽ ഹിസ്റ്ററി എടുക്കാനായിട്ട് ഒരു മടി കാണിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ആ പേഴ്സണാലിറ്റി അസസ് ചെയ്യണമെങ്കിലും ഒക്കെ. പക്ഷെ നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ കുട്ടിക്കാലത്തെ സെക്ഷൽ എഡ്യൂക്കേഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഡയറക്റ്റായിട്ട് സെക്ഷൽ ഹിസ്റ്ററി എടുക്കില്ല. അപ്പം സെക്ഷൽ ഹിസ്റ്ററി എടുക്കാതിരിക്കുമ്പം നമുക്ക് അവരുടെ ഫാൻറ്റസിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ സെക്ഷലായിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചോ നമ്മൾക്ക് നല്ലൊരു കാഴ്ചപ്പാട് ഉണ്ടാവുന്നില്ല. ഇപ്പം ഞാൻ പല കേസിലും ഞാൻ കണ്ടിട്ടുള്ളത് കാര്യം, ഇപ്പം നമുക്കറിയാം മീൻസ് ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പിലൂടെ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സെക്സ്റ്റിംഗ് അല്ലെങ്കിൽ ചാറ്റിംഗ് ഇങ്ങനെയുള്ളതിലൂടെയൊക്കെ ആളുകൾ സെക്ഷലി സംതൃപ്തി കിട്ടുന്നുണ്ട്. അപ്പം ഈ സെക്സിൻ്റെ ഹിസ്റ്ററി എടുക്കുന്ന സമയത്താണ് ഞാനൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഹസ്ബൻഡിന് ഒരു ഇജാക്കുലേഷൻ ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ സെക്സ് സാധ്യമല്ലാതെ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻസ് ആവാം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരു സ്ക്രീനിന് അപ്പുറത്തേക്ക് ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് സെക്സ് സംസാരിക്കപ്പം ഇപ്പം റിയൽ സെക്സിലാണെങ്കിൽ ഇജാക്കുലേഷൻ ഇഷ്യൂസോ അല്ലെങ്കിൽ ഇറക്റ്റൈൽ ഇഷ്യൂസോ വന്നാൽ സെക്സ് സന്തോഷമില്ലാത്ത ഒരു ഫീലിംഗ് പാർട്ണറിന് അനുഭവപ്പെടാം. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും പുരുഷന്മാരെന്ന് വെച്ചാൽ അവരെ ഓൺലൈൻ മീഡിയ വഴി അവരെ വേറൊരാളിൻ്റെ മുമ്പ് ക്യാമറ എക്സ്പോസ്ഡ് ചെയ്ത് മറ്റൊരു സ്ത്രീയുടെ സെക്ഷൽ പാർട്സൊക്കെ കണ്ടിട്ട് മാസ്റ്റുർബേഷൻ ബിഹേവിയർ തുടങ്ങും. അപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് അവിടെ വേറെ ആരും അസസ് ചെയ്യാനില്ല. അവർക്ക് അവിടെ ഇറക്ഷൻ വന്നില്ലെങ്കിലും മാസ്റ്റുർബേഷൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അവരാരും കുറ്റപ്പെടുത്താനില്ല, അല്ലെങ്കിൽ നാണക്കേട് എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് അങ്ങനെ വരുന്ന സമയത്ത് ഇവർ കൂടുതലും ഇങ്ങനെയുള്ള സൈബർ സെക്സ് ഇടങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഈവൻ നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടെ സെക്ഷൽ എഡ്യൂക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ സെക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്നുള്ളത്. കാര്യം ചില കേസുകളിൽ നമ്മൾ ഈ ടീനേജിൻ്റെയും സ്കൂൾ കുട്ടികളുടെ ഇടയിലൊക്കെ ഉള്ള ബിഹേവിയർ ഇഷ്യൂ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് റെഫറൽ കേസ് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടി കൗമാരമാണ്. നമുക്കറിയാമല്ലോ സെക്ഷൽ എഡ്യൂക്കേഷൻ ഒന്നും ആരും കൊടുക്കുന്നില്ല, ആകെപ്പാടെ വല്ല മീഡിയയിൽ നിന്ന് കിട്ടുന്ന സെക്സ് എഡ്യൂക്കേഷൻ മാത്രമേ ഉള്ളൂ. കുട്ടികൾ സ്വന്തം ശരീരം എക്സ്പോസ്ഡ് ആക്കുകയാണ് ക്യാമറയുടെ മുമ്പിൽ. ഓക്കെ, പക്ഷേ എവിടെയാണ് നമ്മൾ നോ എന്ന് പറയേണ്ടത് നമ്മൾ കുട്ടികൾക്ക് അറിയില്ല. അവരെന്ത് ചെയ്യും, ഇത് കാണുന്ന ആൺകുട്ടി ഈ ഇമേജ് അല്ലെങ്കിൽ ഈ വീഡിയോ അവൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ഈ കൂട്ടുകാർ ഷെയർ ചെയ്തായിരിക്കാം ചിലപ്പോൾ ഈ പെൺകുട്ടിയെ ഇത് അറിയുന്നത്. സ്വാഭാവികമായിട്ട് അവൻ സംഭവം കൈവിട്ടു. അപ്പോൾ ഇന്ന് വരെ നമ്മളെ കുട്ടികൾക്കറിയില്ല. ഇപ്പോൾ 18 വയസ്സിന് താഴെയുള്ള 2 കുട്ടികൾ തമ്മിൽ സെക്സ് ചെയ്താലും അത് ഇല്ലീഗലാണ്, അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കുട്ടികൾക്കും അറിയില്ല. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മളെ സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം നമുക്ക് വരുന്ന സംഭവം. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ഇടയിലും ഈ സെക്ഷൽ ഫാൻറ്റസീസ് കൂടുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇവരിങ്ങനെ ഒരു സെക്സ് എന്താണെന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ പല പല മേഖലയിലേക്കാണ് പോകുന്നത്. ഓക്കെ,
അങ്ങനെ പോകുന്ന സമയത്ത് ഇവർ പറയുന്നത് അവർക്ക് മറ്റൊരാളുടെ സെക്സ് കണ്ട് എൻജോയ് ചെയ്യുക, അതിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അടുത്ത് കേസസ് വന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ വൈഫാണ് സങ്കടപ്പെട്ട് വന്നത്, ഹസ്ബൻഡ് നിർബന്ധിക്കുന്നു വേറെ ആൾക്കാരുമായിട്ട് സെക്ഷലി കണക്റ്റഡ് ആവാൻ വേണ്ടി, പക്ഷേ ഇൻട്രസ്റ്റഡ് അല്ല എന്നുള്ള രീതിയിൽ വൈഫ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഹസ്ബൻഡിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അങ്ങയുടെ ഫാൻറ്റസി എന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് വൈഫ് മറ്റൊരാളുമായിട്ട് സെക്സ് ചെയ്യുന്ന കാണപ്പോഴാണ് ഇദ്ദേഹത്തിന് സെക്ഷലി ഉണർവുണ്ടാവുന്നതും അയാൾക്ക് സെക്ഷലി ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതെല്ലാം നമ്മളുടെ ഒരു വേർഡ് എന്ന് പറയുമല്ലോ, നമുക്ക് ഒരു നിമിഷം തോന്നുന്ന ഒരു കാര്യങ്ങൾ, പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ലൈഫുണ്ട്. ഓക്കെ, ഇപ്പോൾ വൈഫ് സാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് അവരുടെ കുടുംബങ്ങളിലേക്കല്ലേ മടങ്ങുന്നത്. ഓക്കെ, പിന്നെ അവർ തമ്മിലുള്ള റിയൽ സെക്സിൽ ഇഷ്യൂസ് ഉണ്ടാവും. കാര്യം ആൾറെഡി നമുക്കറിയാമല്ലോ, നമ്മൾ കണ്ടും കേട്ടും ഒക്കെയാണ് നമ്മൾ ഓരോന്നും നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഇമേജസ് മാറുകയാണ്. വൈഫായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഹസ്ബൻഡിന് വൈഫ് മറ്റാളുമായിട്ട് സെക്സ് ചെയ്ത ഇമേജസ് ഫ്ലാഷ് ചെയ്യും. പ്രോപ്പർ സെക്സിൽ ബുദ്ധിമുട്ടുകളാണ് വരുന്നത്. രണ്ടാമത് ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവും. ചിലപ്പം തന്നെ നമ്മളെ കപ്പിൾസ് കമ്പാരിസൺസ് നടത്തും. അയാളായിരുന്നല്ലോ നല്ല സെക്സിൽ നന്നായി, നിങ്ങളെയും കാട്ടി ബെസ്റ്റ് അയാളായിരുന്നോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേർപ്പ് നാറ്റമുണ്ട്, അയാൾക്ക് അങ്ങനെയല്ല, അയാൾക്ക് നല്ല പെർഫ്യൂമിൻ്റെ സ്മെല്ലായിരുന്നു. ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ പിന്നെയും ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളിലേക്കൊക്കെ കൊണ്ടു നിർത്തി. ഇതൊക്കെ നമ്മളെ സൊസൈറ്റി ഒരിക്കലും തുറന്ന് ചർച്ച ചെയ്യാത്ത, എപ്പോഴും ഒളിച്ചു വയ്ക്കുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ആയിരിക്കാം ചിലപ്പോൾ ഒരു മാരേജ് ഇഷ്യൂസിലേക്കൊക്കെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ലവ് ലാംഗ്വേജ്, ഇതിപ്പം നമ്മൾ ഈ വൈഫ് സ്വാപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ലവ് ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി ടു ഷോ യുവർ ലവ് ടു യുവർ പാർട്ട്ണർ എന്നുള്ളത് കൂടി വരുന്നതാണ്. അപ്പോൾ എന്താണ് ഈ ലവ് ലാംഗ്വേജ് ആക്ച്വലി? അത് എത്രത്തോളം നമുക്ക് നമ്മളുടെ ഫാമിലി ലൈഫ് ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യും? നമ്മളെ ഏറ്റവും വലിയ ഒരു പ്രശ്നം നമ്മളിപ്പോൾ ചുറ്റും കാണുന്നത് എന്താണ് ലവ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ ലവ് എന്താണെന്നും തിരിച്ചറിഞ്ഞാലല്ലേ കമ്മ്യൂണിക്കേഷൻ്റെ പാർട്ട് വരുന്നുള്ളൂ. അപ്പം ഇവിടെ എല്ലാവർക്കും, പ്രത്യേകിച്ച് നമുക്ക് സ്ത്രീകൾക്ക് ലവ് വേണം, കെയർ വേണം, കൺസേൺ വേണം. ഇത് മൂന്നും ഇല്ലെങ്കിൽ അവിടെ സ്ത്രീകൾ തകർന്നു പോവുകയാണ്. അപ്പം ഈ ലവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒന്നുപോലെ ഒരേ രീതിയിൽ പോകുന്ന കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് തന്നെ അറിയാം, ഒരു കല്യാണമൊക്കെ കഴിയുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് നാൾ കഴിയുമ്പോൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പൊക്കെ അങ്ങ് പോകും. പുരുഷന്മാർ കൂടുതൽ പ്രാക്ടിക്കൽ രീതിയിലേക്ക് പോകും. എങ്ങനെ എന്തൊക്കെ രീതിയിൽ ജോലിക്ക് മാറ്റം ഉണ്ടാക്കി സാമ്പത്തികമായിട്ട് എങ്ങനെയൊക്കെ നമുക്ക് മാറാൻ പറ്റും, അതുപോലെ എന്തൊക്കെ ചിട്ടിക്ക് ചേരാം, എന്തൊക്കെ സേവിങ് ചെയ്യണമെന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കും. അപ്പോൾ നമ്മളെ വൈഫ് ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഇതൊന്നും എൻ്റെ ആവശ്യങ്ങളൊന്നും തന്നില്ലെങ്കിൽ അത് സ്നേഹമല്ല, ലവ് അല്ല, പണ്ടത്തെ ലവ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ല എന്നുള്ള രീതിയിലേക്ക് പ്രശ്നങ്ങൾ ആരംഭിക്കും. അപ്പോൾ തന്നെ നമുക്കറിയാം അവിടെ കമ്മ്യൂണിക്കേഷൻ ഫെയിലറായി തുടങ്ങും അല്ലേ. അവിടെ പിന്നെ നമ്മൾ തുടങ്ങുന്ന കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും? ക്രിറ്റിസൈസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനാണ്. അവിടെ ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യപ്പം പിന്നെ അവിടെ എവിടെയാണ് ലവ് ഉണ്ടാവുക? നമ്മൾ പറയുമല്ലോ, ഒരു നല്ല മാല, ആ മാലയിൽ ഒരു മുത്ത് കഴിഞ്ഞു പോകുന്നു, പിന്നെ മുത്തുകൾ പൊയ്ക്കൊണ്ടിരിക്കും അല്ലേ, അതിനെ വീണ്ടും കോർക്കണ്ടേ? അതെ. അപ്പോൾ ഇതുപോലെയാണ് നമ്മളുടെ ലവ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ കഴിയുന്നത് കപ്പിൾസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കും നമ്മളുടേതായിട്ടൊരു പേഴ്സണാലിറ്റി ഉണ്ട് അല്ലേ. ആ പേഴ്സണാലിറ്റിയിൽ കൂടുതൽ കയറി ഇടപെടപ്പലാണ് കൂടുതലും ലവ് ഇല്ലാതെ ആവുന്നത്. പല മാരേജ് ഇഷ്യൂസിലും ഞാൻ കാണുന്ന കാര്യം, ഇപ്പം കുട്ടികളുടെ കാര്യത്തിൽ ഉദാഹരണമായിട്ടെടുത്താൽ, ഒരു കുട്ടി ചിലപ്പോൾ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പം അച്ഛൻ വേസ്റ്റ് ചെയ്യുന്നതിന് വഴക്ക് പറയും, അമ്മ പാസീവായിട്ടിരിക്കുകയും ചെയ്യും. കുട്ടിയുടെ മുമ്പ് അവിടെ ഒരു ലവ് ലാംഗ്വേജ് അല്ല കാണുന്നത്, ലവ് കമ്മ്യൂണിക്കേഷൻ കാണില്ല.
കാര്യം രണ്ടുപേരും രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ലവ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സംഭവത്തിലേക്കൊന്നും എത്തൂല. അപ്പം നമ്മളുടെ കാഴ്ചപ്പാടുകൾ മാറുന്നതിനനുസരിച്ച്, സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ച്, ഈവൻ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ചേഞ്ചിന് അനുസരിച്ച് ഈ ലവ് കമ്മ്യൂണിക്കേഷൻസിലൊക്കെ ചേഞ്ച് വരും. അത് ആഗ്രഹിക്കുകയാണെങ്കിൽ പിന്നെ ജീവിതം മൊത്തം നമുക്ക് പ്രശ്നങ്ങളിൽ കൊണ്ട് മൂടേണ്ടി വരും. അതുകൊണ്ട് റിയൽ ആയിട്ടുള്ള ലവ് എന്താണെന്നുള്ളത് നമ്മൾ വെർബൽ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പം തന്നെ അത് ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക, മറ്റൊരാളുടെ വിഷമതകൾ മനസ്സിലാക്കുക. ഉദാഹരണം, ഇപ്പം നല്ല തിരക്കിട്ട് ഒരു IT പ്രൊഫഷണൽ രാത്രി, ഒരു ലേഡിയാണ് രാത്രി വീട്ടിൽ വരുന്നു. ചിലപ്പോൾ അവർക്ക് അന്ന് അവിടെ കുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ വീട്ടിലുള്ള ഒരാളിനെ സംബന്ധിച്ച് ആണുങ്ങൾ ചിലപ്പം നേരത്തെ ഓഫീസ് വിട്ട് വരുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാവാം. അവിടെ ഒരു കുക്കിംഗ് പ്രോസസ്സൊക്കെ ആൾറെഡി ചെയ്തു വച്ചിട്ടുണ്ടാവാം. അവിടെ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്തില്ലെങ്കിൽ പോലും അവിടെ ഒരു ലവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്. എല്ലാം നമ്മൾ ടു വെർബൽ തന്നെ ആവണമെന്നില്ല അല്ലേ, അല്ലാതെ തന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് ആണ് പ്രശ്നം. അത് ലവ് ആണോ ക്രിട്ടിക്കലാണോ, അതേ ഇനി അതൊന്നുമില്ല അബ്യൂസിങ് ലാംഗ്വേജ് ആണോ? അപ്പം നമ്മൾ ഈ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഈ കല്യാണം കഴിക്കുന്ന ആൾക്കാർ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പാരൻസിനെ വച്ചിട്ട് അബ്യൂസിങ് ലാംഗ്വേജ് ഉപയോഗിക്കും. നിൻ്റെ അച്ഛൻ ഇങ്ങനെയാണോ നിന്നെ പഠിപ്പിച്ചു വിട്ടത്? നിങ്ങളുടെ അമ്മ അവർ ഭയങ്കര പ്രശ്നക്കാരിയല്ലേ, പണ്ടേ എൻ്റെ അടുത്ത് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ ലവ് ലാംഗ്വേജിന് ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊരു തിരിച്ചറിവുണ്ടാവണം. കാര്യം എല്ലാവരും 100% ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ഒന്നും അല്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുള്ളവരാണ്. എല്ലാ ഫാമിലിയിലും പ്രോബ്ലംസ് ഉണ്ടാവും. അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കി തന്നെ നമ്മൾ മുന്നോട്ട് പോയാൽ പലപ്പോഴും നമുക്ക് പല മാരേജ് ഇഷ്യൂസും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ ഇൻഡിപെൻഡൻ്റ്ലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം നമ്മളൊരു മാരേജിലെ സംബന്ധിച്ചിടത്തോളം അല്ലേ? ആ ഒരു ഇൻഡിപെൻഡൻറ്റും ആയിരിക്കണം, ഡിപ്പെൻഡൻറ്റും ആയിരിക്കണം. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതിലേറെ സന്തുഷ്ടരായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ഇത്തവണത്തെ ഈ ഒരു ഡിസ്കഷൻ നമ്മൾ ഇവിടെ നിർത്തുമ്പോൾ കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്ക് പിന്നീട് കാണാം ഡോക്ടേഴ്സ് ടോക്കിങ്ങിൽ. താങ്ക് യു. താങ്ക് യു.